ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം. ഭാരത് ജോഡോ യാത്രക്കിടെ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് രൂക്ഷമായ താക്കീത് നൽകി സുപ്രീം കോടതി. രാഹുലിനെതിരെയുള്ള അപകീർത്തി കേസും നടപടികൾ സ്റ്റേ ചെയ്തതിനൊപ്പമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതിയുടെ താക്കീത്. 2020 ജൂണിൽ ലഡാക്കിലെ ഗൽവാൻ താഴ്വരയിൽ ചൈനീസ് സൈനികരുമായുണ്ടായ അക്രമാസക്തമായ ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള രാഹുലിന്റെ പരാമർശങ്ങളോട് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, ജസ്റ്റിസ് AG മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി. 2000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ ഭൂപ്രദേശം ചൈന അനധികൃതമായി കൈയേറിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിന്റെ കീഴടങ്ങലാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ 2000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന പിടിച്ചെടുത്തുവെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തില്ലായിരുന്നു. രാഹുലിന്റെ പരാമർശങ്ങളെക്കുറിച്ച് ജസ്റ്റിസ് ദത്ത പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുമെന്ന് രാഹുലിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി ചോദിച്ചു. എങ്കിൽ എന്തുകൊണ്ടാണ് പാർലമെന്റിൽ ഇത്തരം കാര്യങ്ങൾ പറയാത്തതെന്നും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പറയുന്നത് എന്തിനാണെന്നും ജസ്റ്റിസ് ദത്ത ചോദിച്ചു. അപകീർത്തി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഹർജിയിൽ കോടതി നോട്ടീസ് അയച്ചു. ലക്നൌവിലെ ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതി പുറപ്പെടുവിച്ച സമൻസിനെ ചോദ്യം ചെയ്തുള്ള രാഹുൽ ഗാന്ധിയുടെ ഹർജി മെയ് മാസത്തിൽ അലഹബാദ് ഹൈക്കോടതിയും തള്ളിയിരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്